കൂർക്കഞ്ചേരി തൈപ്പൂയ ആഘോഷം വർണ്ണാഭമാക്കാൻ വർണ്ണക്കാവടികൾ ഒരുങ്ങി. വടൂക്കരയിൽ നിന്നുള്ള വനിതാ കാവടി സംഘം ഉൾപ്പെടെ 8 കാവടി സമാജങ്ങളാണ് തൈപ്പൂയ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. വർഷങ്ങളായി കാവടി നിർമ്മാണ രംഗത്ത് സജീവമായ സംഘങ്ങൾ തന്നെയാണ് ഇത്തവണയും കാവടി നിർമ്മാണ രംഗത്തുള്ളത്. കൂർക്കഞ്ചേരി തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കുന്ന വടൂക്കര, നെടുപുഴ, പനമുക്ക്, ചിയാരം, വെളിയന്നൂർ, കണ്ണംകുളങ്ങര ദേശങ്ങളിലെല്ലാം തൈപ്പൂയ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന വ്യത്യസ്തങ്ങളായ ബഹുവർണ്ണ കാവടികളും പീലിക്കാവടികളും പൂക്കാവടികളും തയ്യാറായി കഴിഞ്ഞു. മത്സരാധിഷ്ഠിതമായി നടക്കുന്ന കാവടി ആഘോഷത്തിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ കാവടി നിർമ്മാണ കേന്ദ്രങ്ങളിൽ തകൃതിയായി നടക്കുകയാണ്. ഓരോ കാവടി സംഘങ്ങളും ഇത്തവണയും നിരവധി സ്പെഷ്യൽ കാവടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വടൂക്കര പടിഞ്ഞാട്ടുമുറി ശ്രീനാരായണ സമാജം, തെയ്യം കലാരൂപം, ഹനുമാൻ പഞ്ചവർണം തുടങ്ങി നിരവധി സ്പെഷ്യൽ കാവടികൾ ഒരുക്കിയിട്ടുണ്ട്. കൂർക്കഞ്ചേരി തൈപ്പൂയത്തിന്റെ പ്രധാനപ്പെട്ട കാവടി സംഘങ്ങളിലൊന്നായ വടൂക്കര ശ്രീനാരായണ സമാജം മുൻ വർഷങ്ങളിൽ മത്സരത്തിൽ നിരവധി തവണ സമ്മാനം നേടിയിട്ടുണ്ടെന്നും ഇത്തവണയും നിരവധി വേറിട്ട കാവടികൾ ഒരുക്കിയിട്ടുണ്ടെന്നും സമാജം പ്രസിഡന്റ് തിലകൻ കൈപ്പുഴ പറഞ്ഞു. കൂർക്കഞ്ചേരി തൈപ്പൂയത്തിന്റെ ഏറ്റവും പ്രധാന സെറ്റാണ് വടൂക്കര ശ്രീനാരായണ സമാജം. വർഷങ്ങളായിട്ട് അവിടെ മത്സരം നടക്കുന്നതിൽ ഒരുപാട് തവണ പ്രൈസ് നേടിയിട്ടുള്ള ടീമാണ്. ഈ പ്രാവശ്യം നല്ല വിവിധ വെറൈറ്റി കാവടികളുമായി ഏറ്റവും നല്ല ശക്തമായ നിലയിലാണ് ഈ പ്രാവശ്യം പോയിക്കണം. ഇത്തവണ 45-ലധികം കാവടികളാണ് വടൂക്കര ദേശത്തു നിന്നുമുള്ളത്. വടൂക്കരയിൽ നിന്ന് സ്ത്രീകൾ കാവടിയാടുമ്പോൾ ഗിന്നസ് ലക്ഷ്യവും കൂടി മുന്നിലുണ്ട്. 108 വനിതകളാണ് വടൂക്കരയ്ക്ക് വേണ്ടി കാവടിയെടുത്ത് ചുവടുവെക്കുന്നത്. പഞ്ചവാദ്യം, ബാൻഡ് മേളം തുടങ്ങിയ മത്സരങ്ങളുടെ അകമ്പടിയോടെ നിറഞ്ഞാടി കാണികളുടെ മനം നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ കാവടി സംഘങ്ങളും. TCV ന്യൂസ്, തൃശൂർ.